ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ BEVAE 181 അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് ഓൺ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അവർ എൻവിറോൺമെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് അവർ എൻവിറോൺമെൻറ്റ്. ദെൻ അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ? അതിലെന്തെല്ലാം കൊടുത്തിട്ടുണ്ട്? ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൽ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷനും പിന്നെയോ കൺസെപ്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ്, കോമ്പണൻസ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്, കോമ്പണൻസ് ഓഫ് എൻവിറോൺമെൻറ്റ്, ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്. അത് ഈ ഒരു മെയിൻ ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി എൻവിറോൺമെൻറ്റ് ഫോർ ലൈഫ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ. എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് നോൺ ഫോർ സപ്പോർട്ടിംഗ് ലൈഫ്. നമുക്കറിയാവുന്നതാണ്, എർത്താണ്. നമ്മുടെ ഭൂമിയിൽ മാത്രമേ ജീവൻ്റെ തുടിപ്പ് നിലനിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എർത്ത് എന്നൊരു പ്ലാനറ്റ് മാത്രമേ ജീവൻ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതേ ഉള്ളൂ. ഡിസ്പൈറ്റ് ദ വാസ്റ്റ്നെസ് ഓഫ് എർത്ത്, ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ വെരി നെയർ സോൺ ഓഫ് ദ എർത്ത് കാൾഡ് ബയോസ്ഫിയർ. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ബയോസ്ഫിയറിൽ മാത്രമേ എന്തുള്ളൂ, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെയോ സൺ ഈസ് ദ ഓൺലി സോഴ്സസ് ഓഫ് എനർജി വിച്ച് എനേബിൾസ് കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ എമംഗ് വേരിയസ് ലൈഫ് ഫോംസ്. വേരിയസ് ലൈഫ് ഫോംസുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരേ ഒരു സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. ഓക്കെ, this unit being the first in the course brings out the holistic meaning the word environment in both terms. Environment includes everything external to an organism that affects it, including physical as well as living factors. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് പറയുകയാണ്, എൻവിറോൺമെൻറ്റിന് കുറേ ഡെഫിനേഷൻ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷനായിട്ട് പറയുകയാണ്, എന്താണ് എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡ്സ്. എൻവിറോൺമെൻറ്റിൽ ഉൾക്കൊള്ളുന്ന എന്താണ്? എവറിത്തിങ് എക്സ്റ്റേണൽ ടു ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദാറ്റ് എഫക്ട്സ്, അത് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ഓർഗാനിസം, നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്, നമ്മളൊരു മനുഷ്യനാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ നമ്മുടെ ചുറ്റുപാടുകളെയും അതുപോലെ തന്നെ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ഫിസിക്കലായിട്ടുള്ളയും ആസ് വെൽ ആസ് ലിവിങ് ഫാക്ടേഴ്സും അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈറ്റ്, മോയ്സ്ചർ, എയർ, ഇവയൊക്കെയാണ്. പിന്നെ പറയുന്നത് ദ ആക്ഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് ലിവിങ് ഫാക്ടേഴ്സ് മേക്സ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് കോൾഡ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ലാസ്റ്റ് കുറച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് ലിവിങ് ഫാക്ടേഴ്സിൽ ആക്ഷനും ഇൻട്രാക്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനായാണ് എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. This unit will also focus on how we as living beings interact with other living and non-living components of the ecosystem. എക്കോസിസ്റ്റത്തിലുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇടപഴകുന്നതെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയോ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ് ആൻഡ് എൻവിറോൺമെൻറ്റ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഫോർ സെഞ്ച്വറീസ് ഹ്യൂമൻ ഹാവ് കൺസിഡേർഡ് ദ എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ് ആസ് വിർച്വലി അൺലിമിറ്റഡ് റിസോഴ്സസ് ബട്ട് സബ്റ്റൽ ആൻഡ് ഗ്രാജുവൽ ചേഞ്ചസ് ഹാവ് ആൾട്ടേർഡ് അവർ എൻവിറോൺമെൻറ്റ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. അപ്പം കുറേ കാലങ്ങളായിട്ട് എന്താണ് നമ്മുടെ മനുഷ്യർ ചിന്തിച്ചിരുന്നത്, എർത്ത് എന്ന് പറയുന്നതും ഭൂമി എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നതും അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ടുള്ളവയാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയാണോ? അല്ല. കാരണം എന്താണ്, റിസോഴ്സസ് ഇപ്പോൾ ലിമിറ്റഡ് ആണ്. കാരണം നമ്മുടെ ഓവർ യൂസസ് കൊണ്ട് അതെന്തായി തീർന്നു, ലിമിറ്റഡ് ആയി തീർന്നു, അല്ലേ? പിന്നെയോ സ്പെഷ്യൽ മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ വിത്തിൻ ദ ചേഞ്ചിങ് സിനാരിയോ ഓവർ ദ ഇയേഴ്സ്, പെർട്ടിക്കുലർലി സിൻസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം തന്നെ എന്താണ്, പോപ്പുലേഷൻ അങ്ങ് കത്തിക്കയറി, അല്ലേ?
അതുകൊണ്ട് എന്തായി നമ്മുടെ റിസോഴ്സസും ലിമിറ്റഡായി തീർന്നു. We hope that this unit will give you a better understanding of the environment and its various components. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വേരിയസ് കോമ്പണൻസ് ഓഫ് എൻവിറോൺമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. We hope. Okay. This unit would also enable you to use your intelligence and skills for managing our environment and keeping it healthy for future generation. This unit will further explain the multidisciplinary nature and scope of environmental studies. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഇൻ്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷന് കൈമാറാമെന്നും അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചറിനെ കുറിച്ചും അതുപോലെ സ്കോപ്പ് ഓഫ് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ സ്കോപ്പിനെ കുറിച്ചൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷന്. ഇനി നെക്സ്റ്റ് ആണ് കൺസെപ്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ്. എന്താണ് എൻവിറോൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കൂ. Each and every living organism has a specific surrounding or medium with which it continuously interacts, derives its sustenance and to which it is fully adapted. അപ്പോൾ എന്താണ്, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും അതിന് ചുറ്റുപാടുണ്ട് അല്ലേ, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സറൗണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു മീഡിയം ഉണ്ട്. അപ്പോൾ ഒരു ഫിഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഫിഷിൻ്റെ സറൗണ്ടിങ് എന്താണ്, അതിൻ്റെ പോണ്ട്. നമ്മൾ ചെറിയ കുളത്തിൽ വളരുന്നൊരു ഫിഷാണെങ്കിൽ മീനാണെങ്കിൽ എന്താണ്, അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പോണ്ടാണ് അല്ലേ. ആ ഒരു മീഡിയം എന്ന് പറയുന്നതൊക്കെ ആ ഒരു പോണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും അതൊരു പോണ്ടാണ്. വിത്ത് വിച്ച് ഇറ്റ് കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട്. അപ്പോൾ ആ ഒരു ഫിഷ് എവിടെ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു പോണ്ടിൽ വെച്ചിട്ടാണ്. ഡിറൈവ്സ് ഇറ്റ് സസ്റ്റെയിൻസ് ആൻഡ് ടു വിച്ച് ഇറ്റ് ഈസ് ഫുള്ളി അഡാപ്റ്റഡ്. അതുപോലെ തന്നെ അതിലാണ് അത് അഡാപ്റ്റ് ചെയ്തിട്ടും ഉള്ളത്. ദിസ് സറൗണ്ടിങ് ഈസ് ദ നാച്ചുറൽ എൻവിറോൺമെൻറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. The word natural environment brings to mind both aspects of landscape such as soil, water, desert or mountains, which can be more exactly described in terms of physical or abiotic influences such as difference in moisture, temperature, texture of soil and air quality. It also includes the biological or biotic influences in the form of microbes and animals. Thus, environment is defined as the sum total of living and non-living components, influences and events surrounding an organism. അപ്പോൾ എന്താണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്? The sum total of living and non-living components, influences and events surrounding an organism. നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള സോയിൽ, വാട്ടർ, ഡെസേർട്ട്, മൗണ്ടെയിൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കൽ അല്ലെങ്കിൽ അബയോട്ടിക് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള നോൺ ലിവിങ് ഇൻഫ്ലുവൻസസ് ആയിട്ടുള്ള മോയ്സ്ചർ, ടെമ്പറേച്ചർ, ടെക്സ്ചർ ഓഫ് എ സോയിൽ, എയർ ക്വാളിറ്റി, പിന്നെയോ ലൈറ്റ്, പ്രസിപ്പിറ്റേഷൻ, ഹ്യൂമിഡിറ്റി, ഇവയൊക്കെ അതും ഇൻക്ലൂഡ് ചെയ്യും. പിന്നെയോ ബയോട്ടിക് അല്ലെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ആയിട്ടുള്ള മൈക്രോബ്സ്, ആനിമൽസ് ഒക്കെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായല്ലോ, അതാണ് നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവിറോൺമെൻറ്റിൻ്റെ മെയിൻ ഡെഫിനിഷനാണ് പറയുന്നത് ദ സം ടോട്ടൽ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ്. സം ടോട്ടൽ മൊത്തമായിട്ടുള്ള ലിവിങ് എന്ന് പറയുമ്പോൾ മൈക്രോബ്സ്, അനിമൽസ്, ബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലിവിങ്ങിൽ വരിക. ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ് ഏതൊക്കെയാണ്? ലൈറ്റ്, എയർ, ഇവയൊക്കെയാണ് നോൺ ലിവിങ് കോമ്പണൻസ്. ഇവയും ഇൻക്ലൂഡ് ചെയ്യും. ഇവയുടെയൊക്കെ ഇൻഫ്ലുവൻസസ് ആൻഡ് ഇവൻറ്റ് സറൗണ്ടിങ് ആൻഡ് ഓർഗാനിസം, ഒരു ഓർഗാനിസത്തെ ചുറ്റിപ്പറ്റിയുള്ള. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മൾ ലിവിങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? എയർ വേണം. എയർ എന്താണ്? അബയോട്ടിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് ചുറ്റുപാടും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ലൈറ്റ്, പ്രസിപ്പിറ്റേഷൻ, ഇതൊക്കെ വേണം നമുക്ക് ജീവിക്കാൻ. തീർച്ചയായും എയർ വേണം അല്ലേ ജീവിക്കാൻ. അപ്പോൾ എയർ എന്താണ്? അബയോട്ടിക് ആണ്. അപ്പോൾ മൊത്തമായിട്ട് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസിന് സം ടോട്ടലും അതുപോലെ അതിൻ്റെ ഇൻഫ്ലുവൻസസും ഇവൻറ്റ്സ് ഓഫ് എൻ സറൗണ്ടിങ് ഓഫ് എൻ ഓർഗാനിസമാണ് എന്ത് പറയുന്നത്? നമ്മുടെ എൻവിറോൺമെൻറ്റിന് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എൻവിറോൺമെൻറ്റ്? എന്താണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്? എവിടെ നിന്നാണ് എൻവിറോൺമെൻറ്റ് എന്ന വേർഡ് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തത്? എവിടെ നിന്നാണ്? ഒരു ഫ്രഞ്ച് വേർഡായിട്ടുള്ള എൻവിറോൺ എന്നതിൽ നിന്നും
മെൻ്റ് എന്നതിൽ നിന്നുമാണ് എൻവിറോൺമെൻറ്റ് എന്ന ഒരു വേർഡ് വന്നത്. അപ്പോൾ എൻവിറോൺ എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ഓർ സറൗണ്ട്. മെൻ്റ് മീൻസ് ഓഷനിങ്. ഓക്കെ, ഇനി എൻവിറോൺമെൻറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ നേച്ചർ. അപ്പോൾ എന്താണ് എൻവിറോൺമെൻറ്റ്? എൻവിറോൺമെൻറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് നേച്ചർ. നേച്ചറുമായിട്ടും അല്ലെങ്കിൽ ഓർഗാനിസവുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്, അതാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. For humans, there are several kinds of environment such as home environment, business environment, political environment and so on. But we are going to discuss only about natural environment. അപ്പോൾ ഹ്യൂമൻസിന് മനുഷ്യർക്ക് എന്തൊക്കെ എൻവിറോൺമെൻ്റ് ഉണ്ട്? ഹോം എൻവിറോൺമെൻ്റ് ഉണ്ട്, ബിസിനസ് എൻവിറോൺമെൻ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവിറോൺമെൻ്റ് ഉണ്ട്, അല്ലേ? നമുക്ക് നമ്മുടെ വീടാണ് നമ്മുടെ ഒരു ഹോം എൻവിറോൺമെൻറ്റ്, അല്ലേ? പിന്നെയോ നമ്മൾ പുറത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് എൻവിറോൺമെൻ്റ് ആണ്. പൊളിറ്റിക്കലായിട്ട് വർക്ക് ചെയ്യാൻ പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, അങ്ങനെ പലതുമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നേച്ചുറൽ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. എയർ, വാട്ടർ, ലാൻഡ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം, ഇവയൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ എൻവിറോൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. എനി ഇൻഡിവിജ്വൽ ഇൻ നേച്ചർ ഇൻട്രാക്ട്സ് വിത്ത് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ്, ഇൻഫ്ലുവൻസസ് ഇറ്റ് ആൻഡ് ഇൻ ടേൺ ഈസ് ഇൻഫ്ലുവൻസഡ് ബൈ ഇറ്റ്. ഓക്കെ, ദോസ് environment is the sum total of air, water and land interrelationship among themselves and also with the human beings, plants, animals and other organisms. അപ്പം ഇനിയും ഡെഫിനിഷനാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻവിറോൺമെൻറ്റ് ഒരുപാട് ഡെഫിനിഷൻ ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് എന്ത്? എൻവിറോൺമെൻറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് എയർ, വാട്ടർ ആൻഡ് ലാൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദംസെൽഫ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ എയർ വാട്ടറൊക്കെയാണ് എന്ത്? അബയോട്ടിക് ആയിട്ടുള്ള. അപ്പോൾ സം ടോട്ടൽ ഓഫ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ആണ്. ബയോട്ടിക് ആണ് ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം. ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും? ബയോട്ടിക്കിൽ. അപ്പോൾ അബയോട്ടിക്കിലാണ് എയർ, വാട്ടർ, ലാൻഡ് വരിക. അപ്പോൾ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഇൻ്റർ റിലേഷൻഷിപ്പാണ് എൻവിറോൺമെൻറ്റ്. അതിൻ്റെ സം ടോട്ടലാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഏതൊരു ഇൻഡിവിജ്വലും എന്താണ്? എൻവിറോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുമാണ്. മനസ്സിലായോ? ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആട്രിബ്യൂട്ട് ഓഫ് ദ എഫക്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ഓൺ ലൈഫ് ഓഫ് എൻ ഓർഗാനിസം ഈസ് ദ ഇൻട്രാക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ എലമെൻറ്റ്സ്. അപ്പം മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആട്രിബ്യൂട്ട് ഓഫ് ദ എഫക്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് ഓൺ ലൈഫ് ഓഫ് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസംസിൻ്റെ ലൈഫിൽ എൻവിറോൺമെൻറ്റ് നൽകുന്നൊരു എഫക്റ്റ്, അതിൻ്റെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ എലമെൻറ്റ്സ് ആണ്. എൻവിറോൺമെൻറ്റൽ എലമെൻറ്റ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആട്രിബ്യൂട്ട്. ഓക്കെ, ഒരു ഓർഗാനിസംസിൻ്റെ ലൈഫിൽ എൻവിറോൺമെൻറ്റ് നൽകുന്ന ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റൽ എലമെൻറ്റ്സ്. These abiotic and biotic factors are dynamic in nature and interact with each other in every moment of life. അതാണ് നമ്മൾ പറഞ്ഞത്. എൻവിറോൺമെൻറ്റിൻ്റെ ഡെഫിനേഷൻ നൽകിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അബയോട്ടിക് ആയിട്ടുള്ളതും ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്? ഏതൊരു നിമിഷം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഏതൊരു സെക്കൻഡ് ഓഫ് മൊമെൻറ്റിലും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്. നമുക്ക് എയർ ബ്രീത്ത് ചെയ്യാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? എവറി മൊമെൻറ്റ് ഓഫ് ലൈഫ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ, no organism can live alone without interacting with other organisms, so each organism has other organism as a part of its environment. അതുപോലെ തന്നെ ഏതൊരു ഓർഗാനിസംസിനും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ക്യാൻ ലിവ് അലോൺ വിത്തൗട്ട് ഇൻട്രാക്ടിങ് വിത്ത് അതർ ഓർഗാനിസം. ഒരു ഓർഗാനിസംസിനോട് ഇൻട്രാക്ട് ചെയ്യുക, വേറൊരു ഓർഗാനിസത്തിനോട് എന്താ ചെയ്യുക? ഇൻട്രാക്ട് ചെയ്ത ഒരു ഓർഗാനിസത്തിനും ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ ഓർഗാനിസംസിൻ്റെയും എന്താണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഓർഗാനിസംസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ ഒരു ഹോം ആണെങ്കിൽ നമ്മുടെ ഹോമിൻ്റെ എൻവിറോൺമെൻറ്റിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഒരുപാട് ഓർഗാനിസംസ് ഉൾപ്പെടുന്നുണ്ട്, അല്ലേ? മൈക്രോബ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഇവയൊക്കെ ഉൾപ്പെടും. അപ്പോൾ ഏതൊരു ഓർഗാനിസംസും മറ്റൊരു ഓർഗാനിസംസിനെ അതിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. You must be aware that all animals are directly or indirectly dependent upon plants. Basically, the green plants that manufacture their own food. Plants also depend on animals for a few things such as pollination of flowers and dispersal of fruits and seeds. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആനിമൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ
നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം പ്ലാന്റ്സ് മാനുഫാക്ചർ ദെയർ ഓൺ ഫുഡ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ആനിമൽസ് പ്ലാന്റ്സിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ പോളിനേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഡിസ്പേഴ്സൽ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഓക്കെ, അപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാകുമ്പോഴേ നമുക്കൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, let us try to understand the concept of environment with an example. അപ്പം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ നമുക്ക് എൻവിറോൺമെൻറ്റിൻ്റെ ചെറിയൊരു ചിത്രം മനസ്സിലായല്ലോ. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ എൻവിറോൺമെൻറ്റ് ഓഫ് എ കാർപ്പ് ഫിഷ് ഇൻ ദ പോണ്ട്? ഒരു കാർപ്പ് ഫിഷിൻ്റെ എൻവിറോൺമെൻറ്റ് എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? Its environment consists of abiotic components such as light, temperature and water in which nutrients, oxygens, other gases and organic matter are dissolved. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫിഷ്, ആ ഒരു ഫിഷിൻ്റെ എന്താണ് പോണ്ടിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ ന്യൂട്രിയൻസ്, ഓക്സിജൻ, ഗ്യാസസ്, ഓർഗാനിക് മാറ്ററൊക്കെ എന്താണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ എന്താണ് അബയോട്ടിക് ഫാക്ടേഴ്സാണ്. ഇനിയോ ദ ബയോട്ടിക് എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെയുണ്ട്? ബയോട്ടിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് കാൾഡ് പ്ലാങ്ക്ടൺസ് ആസ് വെൽ ആസ് ഓൾ ഒക്കോട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് ഡീകമ്പോസ്. അപ്പം ഈ ഒരു മീനിന്, ഈ ഒരു ഫിഷിൻ്റെ അബയോട്ടിക് ആയിട്ട് ഫാക്ടേഴ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തത് കുറച്ച് കാര്യങ്ങൾ, എയർ, ലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെയാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഈ ഒരു ഫിഷിൻ്റെ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫിഷിൻ്റെ ആ വാട്ടറിൽ തന്നെ എന്തൊക്കെയുണ്ട്? പ്ലാങ്ക്ടൺസ്, അതിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെയോ ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ഉണ്ട്, പിന്നെയോ ഡീകമ്പോസേഴ്സ് ഉണ്ട്, സെപ്രോട്രോപ്സ് എന്ന് പറയും, ഡീകമ്പോസേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു പോണ്ടിൽ തന്നെ. അപ്പോൾ ആ ഫിഷിൻ്റെ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സായി. ദ പ്ലാന്റ്സ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് സച്ച് ആസ് ഫ്ലോട്ടിംഗ്, സബ്മേർജ്ഡ് ആൻഡ് partially submerged plants and trees growing around the edge of the pond. The animal consists of insects, worms, mollusks and tadpoles, frogs, birds and various kinds of fishes. The decomposers are the saprotrophs like bacteria and fungi. അപ്പോൾ ഈ ഒരു പോണ്ടിൽ എന്തെല്ലാം ഉണ്ട്? പ്ലാന്റ്സിൽ തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, സബ്മേർജ്ഡ് ഉണ്ട്, പകുതി മുങ്ങി കിടക്കുന്നത്, അതുപോലെ പാർഷ്യലി സബ്മേർജ്ഡ് പ്ലാന്റ്സ് ഉണ്ട്, ട്രീസ് ഗ്രോയിങ് അറൗണ്ട് ദ എഡ്ജ് ഓഫ് ദ പോണ്ട്, പോണ്ടിൻ്റെ ചുറ്റുപാടും വളരുന്ന ട്രീസ്. ഇവയ്ക്ക് എന്താണ്? ഈ ഒരു ഫിഷിൻ്റെ എൻവിറോൺമെൻ്റ് ആണ്. ഈ പോണ്ടിൽ വളരുന്ന ഫിഷിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതുപോലെ തന്നെ അനിമൽസിലായാലോ, അനിമൽസിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഇൻസെക്റ്റ്, വേംസ്, ടാഡ്പോഡ്സ്, അതുപോലെ ഫ്രോഗ്, ബേർഡ്, ഇവയൊക്കെ എന്താണ് ഈ ഒരു ഫിഷിൻ്റെ എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ വേറെ ആരാണ്? സാപ്രോട്രോപ്സ്, എന്താണ്? ഡീകമ്പോസേഴ്സ്, ബാക്ടീരിയ, അതുപോലെ ഫംഗൈ, ഇവയൊക്കെയാണ് സാപ്രോട്രോപ്സ് എന്ന് പറയുന്നത്. അവയും നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ എന്താണ് എൻവിറോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ചെറിയൊരു മീൻ, അല്ലെ ഒരു പോണ്ടിലുള്ള ചെറിയൊരു മീനിൻ്റെ തന്നെ എൻവിറോൺമെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ, അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സമ്മാണ് അപ്പം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ? എന്തൊക്കെയാണ്? ഒരു ഫിഷിൻ്റെ ചുറ്റുപാടില്ലേ, അതിൻ്റെ ചുറ്റുപാട് എന്താ? ട്രീസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പ്ലാങ്ക്ടൺസ് ഉണ്ട്, അതുപോലെ അബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്, ടെമ്പറേച്ചർ, ഇവയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എൻവിറോൺമെൻറ്റ് ഓഫ് എ കാർപ്പ് ഇൻ എ പോണ്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. എന്താണ്? എൻവിറോൺമെൻറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഒന്നല്ല, നോട്ട് സ്റ്റാറ്റിക്. ഓക്കെ, ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഇൻ എ ഫ്ലക്സ് ആൻഡ് കീപ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. അപ്പോൾ എൻവിറോൺമെൻറ്റ് എന്താണ്? ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി ആണ്. ദ ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റ് വിത്തിൻ എ certain range called range of tolerance. Range of tolerance ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് ചോദിച്ചാൽ ദ ഓർഗാനിസം, ഏതൊരു ഓർഗാനിസംസിനും ഈ എൻവിറോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ടോളറേറ്റ് ചെയ്യാം. എവിടെ? ഒരു സെർട്ടൺ റേഞ്ച് വരെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നതിനാണ് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ദ ഓർഗാനിസം ക്യാൻ ടോളറേറ്റ് ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റ് വിത്തിൻ എ സെർട്ടൺ റേഞ്ച് കാൾഡ് റേഞ്ച് ഓഫ് ടോളറൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പാർട്ട് കഴിഞ്ഞു. എന്താണ്? കൺസെപ്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് എന്നൊരു പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കോമ്പോണൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? കോമ്പോണൻറ്റ്സ് ആണ്.
അപ്പോൾ അതിൽ കോമ്പോണൻസിൽ തന്നെ രണ്ടെണ്ണമാണ്, അബയോട്ടിക് കോമ്പോണൻസും ബയോട്ടിക് കോമ്പോണൻസും. അപ്പോൾ അബയോട്ടിക് എന്താണ്, ബയോട്ടിക് എന്താണ് നമ്മൾ കുറേ ടൈമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ജസ്റ്റ് ഒന്ന് പറയാം. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് കോമ്പോണൻസും, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് കോമ്പോണൻസുമാണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ബയോട്ടിക്കിൻ്റെയും അബയോട്ടിക്കിൻ്റെയും ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, നോക്കാം. അബയോട്ടിക്കിൽ എന്തൊക്കെയാണ്? ലൈറ്റ്, പെർസിപ്പിറ്റേഷൻ, ഹ്യൂമിഡിറ്റി ആൻഡ് വാട്ടർ, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, സീസണൽ ചേഞ്ചസ്, ട്രോപ്പോഗ്രഫി, ഇവയൊക്കെ എന്താണ് അബയോട്ടിക് കോമ്പണൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ബയോട്ടിക് കോമ്പണൻസിലാണെങ്കിലോ പറഞ്ഞ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലാന്റ്സ്, ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, പാരസൈറ്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്, ഡീകമ്പോസേഴ്സ്, ഇവയൊക്കെയാണ് ബയോട്ടിക് കോമ്പണൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം 2 types ഓഫ് കോമ്പണൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് ആർ അബയോട്ടിക് കോമ്പണൻസും ബയോട്ടിക് കോമ്പണൻസുമാണ്. അതിൽ എക്സാമ്പിളാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് കോമ്പണൻസിനെയാണ് ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതുപോലെ അബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ, ദ ഫിസിക്കൽ കോമ്പണൻസ് സെറ്റ് ദ കണ്ടീഷൻ ഫോർ ദ സർവൈവൽ ഓഫ് ദ ബയോട്ടിക് കോമ്പണൻസ് വിച്ച് ഇൻ ടൂൺ ടേക്ക് കെയർ ഓഫ് ദ മെയിൻ്റനൻസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ്. അപ്പം ബയോട്ടിക് കോമ്പണൻസിന് ജീവിക്കാനുള്ള ഒരു കണ്ടീഷൻ, ജീവിക്കാനുള്ള സർവൈവൽ, ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? ഫിസിക്കൽ കോമ്പണൻസ് അല്ലെങ്കിൽ അബയോട്ടിക് കോമ്പണൻസ് ആണ്. അപ്പോൾ ഈ അബയോട്ടിക് കോമ്പണൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് ബയോട്ടിക് നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? അബയോട്ടിക് കോമ്പണൻസ് നിർബന്ധമായും വേണം. ഓക്കെ, അതുപോലെ തന്നെ അതാണ് മെയിൻ്റനൻസ് ഓഫ് എൻവിറോൺമെൻറ്റിനെ എൻവിറോൺമെൻ്റ് ആക്കി തീർക്കുന്നത് എന്താണ്? ഈ ഒരു അബയോട്ടിക് കോമ്പണൻസ് ആണ്. പിന്നെയോ ലിങ്കേജസ് എമംഗ് കോമ്പണൻസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ആർ പാത്വേസ് ഫോർ ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം ഈ അബയോട്ടിക് കോമ്പണൻസും തമ്മിലും ബയോട്ടിക് കോമ്പണൻസും തമ്മിലുമുള്ള ലിങ്കേജ് ആണ് എന്ത്? അതാണ് ആ ലിങ്കേജ്, അതാണ് എൻവിറോൺമെൻറ്റ് ആർ പാത്വേസ് ഫോർ ദ ഫ്ലോ ഓഫ് എനർജി ഫ്ലോ ചെയ്യാനുള്ള പാത്വേ ഉണ്ടാവുക എപ്പോഴാണ്? അബയോട്ടിക് കോമ്പണൻസും ബയോട്ടിക് കോമ്പണൻസും തമ്മിലുള്ള ലിങ്കേജിലൂടെയാണ് എനർജി, നമ്മുടെ ഫ്ലോ ഓഫ് എനർജിയുടെ ഫ്ലോയും അതുപോലെ മെറ്റീരിയൽസിൻ്റെ സൈക്ലിംഗ് ഒക്കെ നടക്കുന്ന ഇവർ തമ്മിലുള്ള ലിങ്കേജിലൂടെയാണ്, അബയോട്ടിക്കിൻ്റെ ബയോട്ടിക് കോമ്പണൻസിൻ്റെ തമ്മിലുള്ള ലിങ്കേജിലൂടെയാണ് ഈ എനർജി ഫ്ലോയും അതുപോലെ മെറ്റീരിയൽസിൻ്റെ സൈക്ലിങ്ങും നടക്കുന്നത്. പിന്നെയോ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഗ്രീൻ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ എസെൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ ഫിസിക്കൽ റിലീം, വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ലൈറ്റ് എനർജി ഫ്രം ദ സൺ ആൻഡ് മാനുഫാക്ചർ ദെയർ ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഓട്ടോട്രോപ്സ് ആണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെയും സോയിൽ നിന്ന് അതിനുള്ള വാട്ടറും മിനറൽസും വലിച്ചെടുക്കും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നെടുക്കും, ലൈറ്റ് എനർജി ഫ്രം ദ സണ്ണിൽ നിന്നെടുക്കും. എന്നിട്ട് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യും. അനിമൽസ് എന്ത് ചെയ്യും? ആ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കും. അനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ആൻഡ് അതർ ഓർഗാനിസം ഫോർ ദെയർ സോഴ്സ് ഓഫ് ഫുഡ്. ഓക്കെ, അതുപോലെ തന്നെ വി ദ ഹ്യൂമൻ ബീങ് ഇൻ ടേൺ ഹാവസ് ദ ലാൻഡ് ആൻഡ് ദ സീസ് ഫോർ അവർ ഫുഡ് ആൻഡ് ഒബ്റ്റെയിൻ മിനറൽസ് ആൻഡ് ഫ്യൂവൽ ഫ്രം ദ എർത്ത് കസ്റ്റ്. ആനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് വേറെ ഏതെങ്കിലും ആനിമൽസിനെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയോ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബീങ് വേറെ ഒരു കാര്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാൻഡിനെ, ഭൂമിയെ അല്ലെങ്കിൽ നിലത്തിനെ ഹാർവെസ്റ്റ് ചെയ്യും അല്ലേ? നമ്മൾ നെല്ലൊക്കെ ഉണ്ടാക്കി അതിനെ ഹാർവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടലിൽ മീൻ എടുക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിനറൽസ്, ഫ്യൂവലൊക്കെ എർത്ത് ക്രസ്റ്റിൽ നിന്നും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഈ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കോമ്പണൻസ് തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജിൽ കൂടിയാണ് ഫ്ലോ ഓഫ് എനർജിയുടെ ഫ്ലോയും മെറ്റീരിയൽസിൻ്റെ സൈക്ലിങ്ങും നടക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ് എന്താണ്? ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ് എന്ന ടോപ്പിക്കാണ്. അതിലെന്താണ്? 2 തരം എൻവിറോൺമെൻറ്റ്, എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റും ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റും. അപ്പം ഈ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിഷ് ഉണ്ടല്ലോ, പോണ്ടിൽ ലീവ് ചെയ്യുന്ന ഒരു ഫിഷ്. അപ്പം അതിൻ്റെ പ്രൈമറിലി ഇൻഹെബിറ്റ് ചെയ്യുന്ന ആ ഒരു വാട്ടർ, പോണ്ടിലുള്ള വാട്ടറാണ് അതിൻ്റെ എക്സ്റ്റേണൽ എൻവിറോൺമെൻ്റ് ആയിട്ട് വരിക. ആ വാട്ടറിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ അത് ഓർഗാനിസംസ്, ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ട്. ഈ ഒരു ഫിഷിന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്തിലുണ്ട്? ഈ ഒരു വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ അതാണ് അതിൻ്റെ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. അപ്പം ആ ഒരു ഫിഷിൻ്റെ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പോണ്ടിലെ വാട്ടറാണ്. മനസ്സിലായല്ലോ? ഇനി അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്. ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ആ ഫിഷിൻ്റെ ബോഡി ക്യാവിറ്റിയാണ്, ബോഡിയിൽ ഉള്ളതാണ് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്.
അപ്പം എന്താണ് ദ ബോഡി ക്യാവിറ്റി വിത്ത് ദ ഫിഷ് പ്രൊവൈഡ്സ് എൻ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് ക്വൈറ്റ് സെപ്പറേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഔട്ട്സൈഡ് എൻവിറോൺമെൻറ്റുമായി നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് അല്ലേ. The body surface act as an exchange barrier between the internal and the external environment of the fish. അപ്പോൾ എന്താണ്, അപ്പോൾ ബോഡി സർഫസ്, ആ ഒരു മീനിൻ്റെ ബോഡി സർഫസാണ് ഈ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിനെയും വേർതിരിക്കുന്നത്. ഒരു ബാരിയറായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫിഷിൻ്റെ എന്താണ് ബോഡി സർഫസാണ്. ഓക്കെ, the internal environment is relatively stable as compared to the external environment. However, illness and injury on even environmental stress can upset it, but when the cause of the disturbance is removed, the internal environment comes back to its original condition. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എപ്പോഴും എന്താണ് സ്റ്റേബിളാണ്. കാരണം എന്താണ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എപ്പോഴും സ്റ്റേബിളാണോ? അല്ല, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമുക്കറിയാം എയർ, വാട്ടർ, അതുപോലെ ബ്രീത്ത് ചെയ്യുന്നത്, അതുപോലെ ലൈറ്റ്, ഇതൊക്കെ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഓർഗാനിസംസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റിൽ അതങ്ങനെ ചേഞ്ച് വരില്ല. ഇനി എപ്പോഴെങ്കിലും വല്ല ഇൽനെസ്സോ ഇഞ്ചുറിയോ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു കണ്ടീഷൻ, ആ ഒരു ടൈം അങ്ങ് കഴിഞ്ഞാൽ, ആ ഇഞ്ചുറിയുടെ അല്ലെ ഇൽനെസ്സിൻ്റെയോ ടൈം അങ്ങ് കഴിഞ്ഞാൽ എന്താണ് ഈ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് പിന്നെയും അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റും. ഇനി പറയുന്നത് ദ പോണ്ട് വിച്ച് ദ ഫിഷ് ഇൻഹാബിറ്റ്സ് ഈസ് ഇറ്റ്സ് നാച്ചുറൽ എൻവിറോൺമെൻറ്റ്. എവിടെയാണോ ഈ ഫിഷ് ജീവിക്കുന്നത് അതാണ് അതിൻ്റെ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദ അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് ദ പോണ്ട് ലൈക്ക് ലൈറ്റ്, ടെമ്പറേച്ചർ, ഡെപ്ത്, ന്യൂട്രിയൻസ് ആൻഡ് ആർ ഡിസോൾവ്ഡ് ഗ്യാസസ് വിൽ പ്രൊവൈഡ് ദ ലൈഫ് സപ്പോർട്ടിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഫോർ ദ ഫിഷ്. അപ്പോൾ ഈ ഫിഷിന് അബയോട്ടിക് ആയിട്ടുള്ള എല്ലാ ഫിസിക്കൽ ഫാക്ടേഴ്സും ഈ ഒരു ഫിഷിന് എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? ഈ ഒരു വാട്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. The other organisms, living organisms inhabiting the pond like bacteria, insects, worms, mollusks, tadpoles, aquatic vegetation could be food for the fish. അപ്പോൾ ഈ ഫിഷിന് ഫുഡായിട്ട് ആരൊക്കെ വരും? ചെറിയ ചെറിയ ബാക്ടീരിയാസ്, ഇൻസെക്ട്സ്, വേംസ് ഒക്കെ വരും. ഇനി നോക്കൂ, എക്സാമ്പിൾസ് ഓഫ് സച്ച് നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഓൺ ലാൻഡ് ഇൻക്ലൂഡ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, സാവന്ന ആൻഡ് ഡെസേർട്ട്. അപ്പം ലാൻഡിലുള്ള നാച്ചുറൽ എൻവിറോൺമെൻറ്റിൻ്റെ എക്സാമ്പിൾസാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, സാവന്ന, ഡെസേർട്ടൊക്കെ. അതുപോലെ തന്നെ ഇനി നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, ബട്ട് ദർ ആർ സെവറൽ കോമ്പണൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ലൈക്ക് ഫീൽഡ്, സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സ്പേസസ്. ഇനി നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന കുറച്ച് എൻവിറോൺമെൻറ്റ് ഉണ്ട്. അതാണ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവിറോൺമെൻറ്റും ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റും. അപ്പോൾ ദീസ് ആർ പ്ലേസസ് മെയ്ഡ് ആർട്ടിഫിഷ്യലി ബൈ ഹ്യൂമൻസ് ത്രൂ പ്ലാന്റ് മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു ടൈഗറിനെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈഗർ ഫോറസ്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അതെന്താണ്? അതതിൻ്റെ നാച്ചുറൽ എൻവിറോൺമെൻറ്റിലാണ്. ഇനി അത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ടല്ലോ, അവിടെയാണ് ജീവിക്കുന്നത് വെച്ചാൽ അത് ഹ്യൂമൻ മോഡിഫൈഡ് എൻവിറോൺമെൻറ്റാണ്. ഇനി അത് സൂലോട്ട് മാറുകയാണെങ്കിൽ അതെന്താണ്? ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, നാച്ചുറൽ എൻവിറോൺമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓഷ്യൻസ്, ലേക്സ്, പോൺസ്, റിവേഴ്സ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. ഇവയൊക്കെയാണ് നാച്ചുറൽ എൻവിറോൺമെൻറ്റിൻ്റെ എക്സാമ്പിൾ. ഇനി ഹ്യൂമൻ മോഡിഫൈഡ് എൻവിറോൺമെൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഓക്കാർഡ്സ്, പ്ലാന്റേഷൻ, സാങ്ച്വറീസ്, പാർക്ക്, എക്സെട്ര. ഇനി ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻ്റ് ആണ് ഇൻഡസ്ട്രീസ്, അതുപോലെ സിറ്റീസ്, ടൗണ്, ക്രോപ്പ് ഫീൽഡ്, ആർട്ടിഫിഷ്യൽ ലേക്സ്, ഡാംസ്, എക്സെട്ര. ഇവയൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റിൽ പെടുന്നവയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റിൻ്റെ എക്സാമ്പിളുമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റ് ഏതൊക്കെയാണ്? നാച്ചുറൽ എൻവിറോൺമെൻറ്റ്, ഹ്യൂമൻ മോഡിഫൈഡ് എൻവിറോൺമെൻറ്റ്, ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റിന് ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. അതൊരു സിറ്റിയെക്കുറിച്ച്. നമ്മളൊരു സിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് വാട്ടർ എടുക്കുന്നത്? ആദ്യം വാട്ടർ സ്ട്രീംസിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് നേരെ ഫിൽട്ടർ ചെയ്തിട്ടാണ് കുടിക്കുക. നമ്മൾ റൂറൽ ഏരിയസിലാണ് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ് ചെയ്യുക. പക്ഷേ സിറ്റീസിലൊക്കെ എന്താണ്? സ്ട്രീംസിൽ നിന്ന് എടുത്തിട്ട് അത് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണത് ഡ്രിങ്കിങ് പർപ്പസിനും അല്ലെങ്കിൽ മുനിസിപ്പൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റാബോളിക് വേസ്റ്റ്, ഗാർബേജ്, അവയൊക്കെ എന്താണ്? എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? അവ റിമോട്ട് പ്ലേസസ് കൊണ്ടുപോയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതും അത് ഡംപ് ചെയ്യുന്നതൊക്കെ.
സിറ്റീസിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ട്. അതുപോലെ തന്നെ അവരുടെ ഫുഡൊക്കെ വരുന്നത് റൂറൽ ഏരിയാസിൽ നിന്നായിരിക്കും അവരുടെ ഫുഡൊക്കെ വരുന്നത്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ an environment made by humans results in the consumption of excessive amounts of materials and energy necessitating care, supervision and management. അപ്പോൾ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആണെങ്കിൽ അതിന് നന്നായിട്ടുള്ളൊരു സൂപ്പർവിഷൻ വേണം, അത് നന്നായിട്ട് കെയർ ചെയ്യാൻ നല്ലൊരു മാനേജ്മെൻറ്റ് വേണം. അതിനേക്കാൾ അപ്പുറം എന്താണ്, അവർ നന്നായിട്ട് എക്സസീവ് കൺസപ്ഷൻ ആയിരിക്കും എന്ത് മെറ്റീരിയൽസിനെയും കൊണ്ടും എനർജിയും ഒക്കെ എന്താണ് നന്നായിട്ട് യൂസ് ചെയ്യും. കൺസപ്ഷൻ ഓഫ് എക്സസീവ് എമൗണ്ട്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എനർജി, അതാണ് ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റിന് റിസൾട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണ്, കൂടുതൽ എനർജി മെറ്റീരിയൽസ് ഒരുപാട് യൂസ് ചെയ്യണം, അത് നന്നായിട്ട് കെയർ വേണം, നല്ലൊരു സൂപ്പർവിഷൻ വേണം, നല്ലൊരു മാനേജ്മെൻറ്റ് വേണം ഈ ഒരു ഹ്യൂമൻ മെയ്ഡ് എൻവിറോൺമെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ഫോർ ലൈഫ്. വാട്ട് എവർ ടൈപ്പ് ഓഫ് എൻവിറോൺമെൻറ്റ് ഓർഗാനിസം ഇൻഹാബിറ്റ് ദേ ഓൾ നീഡ് ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഫോർ ദെയർ സർവൈവൽ. എവിടെയെങ്കിലും ഏത് ഒരു ഓർഗാനിസംസും ഏതൊരു ടൈപ്പ് എൻവിറോൺമെൻറ്റിൽ ജീവിക്കുകയാണെങ്കിലും അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള എലമെൻറ്റ്സ് അവർക്ക് അത്യാവശ്യമാണ്. അതിലാണ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബ്രീത്ത്, എയർ ഫോർ ബ്രീത്ത്, ഫുഡ്, വാട്ടർ, പിന്നെയോ ഷെൽട്ടർ. ഇവയൊക്കെ എന്താണ് അവർക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇനി ഷെൽട്ടറിൽ എന്തൊക്കെ പെടും, നാച്ചുറൽ ആയിട്ടാണെങ്കിൽ കേവ്സ്, ട്രീ ഹോൾസ് ഒക്കെ പെടും. ഇനി ആർട്ടിഫിഷ്യൽ ഡെല്ലിംഗ് ആണെങ്കിൽ ഹൗസസ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എൻവിറോൺമെൻറ്റ് ഈസ് ദ ഓൺലി സോഴ്സസ് ദാറ്റ് പ്രൊവൈഡ്സ് ദീസ് ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു എൻവിറോൺമെൻറ്റ് മാത്രമാണ് ഇങ്ങനെ ഒരു ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എയർ ടു ബ്രീത്ത്, ഫുഡ് ആൻഡ് വാട്ടർ ടു ടേക്ക് ഇൻ ആൻഡ് ഷെൽട്ടർ ടു ലിവ്. ഓക്കെ, വി മേക്ക് യൂസ് ഓഫ് ദി ലാൻഡ് ഫോർ നമ്മൾ എന്ത് ചെയ്യും, കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്, ലാൻഡ് എന്ത് ചെയ്യും, ക്രോപ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇനിയോ സോയിൽ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ്, നമുക്ക് സോയിൽ എന്ത് ചെയ്യും, ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യും എന്തിന്, പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു പ്ലേസിലുള്ള സോയിൽ ആയിരിക്കില്ല മറ്റൊരു പ്ലേസിലുള്ള സോയിൽ, നന്നായിട്ട് വാരി ചെയ്യും അല്ലേ, സോയിൽ ടൈപ്പ് നന്നായിട്ട് വാരി ചെയ്യും. അതുപോലെ തന്നെ ചില സ്ഥലത്തുള്ള സോയിലിൽ എന്താണ് മണ്ണിൽ റിച്ച് ന്യൂട്രിയൻസ് ആയിരിക്കും, ചിലയിടത്ത് അത് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സോയിൽ ലാക്കിംഗ് ന്യൂട്രിയൻസ് നീഡ് അഡീഷണൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറവില്ലോടത്ത് എന്ത് ചെയ്യണം, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആൻഡ് ഷോർട്ട് ടേം വെതർ ചേഞ്ച് ആർ ക്യാരക്ടറൈസ്ഡ് മെയിൻലി ബൈ വിൻഡ്, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് റെയിൻഫോൾ and are determined by the properties of the atmosphere. അറ്റ്മോസ്ഫിയർ ആണ് ഈ ക്ലൈമറ്റ് നിയന്ത്രിക്കുന്ന ആൾ. എന്താണ്, മഴ, അതുപോലെ വിൻഡ്, ടെമ്പറേച്ചർ, പ്രഷർ, റെയിൻഫോൾ, ഇവയൊക്കെ എന്താണ് ഈ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ്. അത് ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള പ്രോപ്പർട്ടീസാണ് ഇവയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ്സ് ലിവിംഗ് ഓർഗാനിസംസ് വിത്ത് ഓക്സിജൻ, വിത്തൗട്ട് വിച്ച് സർവൈവൽ ഓഫ് ദ മോസ്റ്റ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം വിൽ ബി ത്രട്ടൻഡ്. ഇനി അഥവാ ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലുള്ള ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് നമ്മുടെ ഒരു സർവൈവലിന് തന്നെ ത്രട്ടൻ ചെയ്യുന്ന, പേടിപ്പെടുത്തുന്ന ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എയർ. അറ്റ്മോസ്ഫിയറിലുള്ള എയറാണ് നമുക്ക് ജീവവായു, സർവൈവലിനുള്ള എലമെൻറ്റ്സ് നൽകുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. Answer the below question within 30 words. Describe the significance of physical components in an environment. Explain in brief the significance of the environment for life. ഇതിൻ്റെ ആൻസേഴ്സ് എന്താണ്, പേജ് നമ്പർ 19. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, അപ്പം പേജ് നമ്പർ 19 തന്നെ അവർ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്, ദ ഫിസിക്കൽ കോമ്പോണൻറ്റ് സെറ്റ് ദ കണ്ടീഷൻ ഫോർ ദ സർവൈവൽ ഓഫ് ദ ബയോട്ടിക് കോമ്പോണൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, കാരണം അബയോട്ടിക് കോമ്പോണൻസ് ഇല്ലാതെ ബയോട്ടിക് കോമ്പോണൻസിന് നിലനിൽപ്പില്ല. കാരണം ഇവർ തമ്മിലുള്ള ലിങ്കേജ് കൊണ്ടാണ് നമ്മുടെ ഈ എൻവിറോൺമെൻറ്റ് തന്നെ നിലനിന്ന് പോകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ഫോർ ലൈഫ്. ലൈഫിന് എന്താണ് എൻവിറോൺമെൻറ്റ് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്, നമുക്ക് ഈ എൻവിറോൺമെൻറ്റ് മാത്രമേ ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ആയിട്ടുള്ള എയർ ഫോർ ബ്രീത്ത്, ഫുഡ് ഫോർ ഈറ്റ്, വാട്ടർ ഫോർ ഡ്രിങ്ക്, അതുപോലെ ഷെൽട്ടർ, നാച്ചുറലായ ഷെൽട്ടറും ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഡെല്ലിംഗ് ആയിട്ടുള്ളൊക്കെ ഷെൽട്ടർ ഒക്കെ തരുന്നത് എന്താണ്, ഈ ഒരു എൻവിറോൺമെൻറ്റ് മാത്രമേ നമുക്കത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതാണ് എൻവിറോൺമെൻറ്റ് ഫോർ ലൈഫിലുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് റിലേഷൻഷിപ്പാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇനി ഇത് ഞാൻ എഴുതിയിട്ടുള്ളൊരു നോട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ രീതിയിലല്ല ക്ലാസ് എടുക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.